നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് +2 തുല്യത 2024 ഹിസ്റ്ററി മാതൃകാ ചോദ്യപേപ്പറാണ്. സാധാരണയായി തുല്യതാ പരീക്ഷകൾക്ക് മാതൃകാ ചോദ്യപേപ്പറിൽ വരുന്ന ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇതിലെ ചോദ്യോത്തരങ്ങൾ പൂർണ്ണമായും പഠിച്ചുകൊണ്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കുക. 1 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളുടെ ഒരു സമ്പൂർണ്ണ വിശദീകരണമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ചോദ്യപേപ്പർ നോക്കാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. ഒന്നാമത്തെ ചോദ്യം, വലിയ കുളം കണ്ടെത്തിയ ഹരപ്പൻ നഗരം ഏത്? ഉത്തരം കണ്ടെത്താൻ 4 ഓപ്ഷനുകളാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഹരപ്പ, മോഹൻജൊദാരോ, കാളിബംഗാൻ, ഷോർട്ടുഗായി. ഇതിൽ മോഹൻജൊദാരോയാണ് ശരിയായ ഉത്തരം. മോഹൻജൊദാരോ ഒരു ആസൂത്രിത നഗര കേന്ദ്രമായിരുന്നു. ഹരപ്പൻ സംസ്കാരത്തിന്റെ ആസൂത്രണ മികവ് വിളിച്ചോതുന്ന ഒരു പ്രധാന നഗര കേന്ദ്രമാണ് മോഹൻജൊദാരോ. അതിനുദാഹരണമാണ് മോഹൻജൊദാരോയിലെ വലിയ കുളം. അതേക്കുറിച്ച് പേജ് നമ്പർ 13 വിശദീകരിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് നോക്കി മനസ്സിലാക്കുക. ഈ ചോദ്യപേപ്പറിൽ ശരിയായ ഉത്തരങ്ങളുടെ കൂടെ തന്നിരിക്കുന്ന മറ്റ് ഓപ്ഷനുകളുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ കൂടി ഒന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷനായ ഹരപ്പയെ കുറിച്ച് പറയുകയാണെങ്കിൽ, സിന്ധു നദിയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ആദ്യ കേന്ദ്രമായിരുന്നു ഹരപ്പ. ഒരു സംസ്കാരത്തിന് അതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ ആദ്യ സ്ഥലത്തിന്റെ പേര് നൽകുക എന്നത് പുരാവസ്തു ഗവേഷകരുടെ ഒരു രീതിയാണ്. അതിനാൽ ഈ സംസ്കാരം ഹരപ്പൻ സംസ്കാരമെന്നും സിന്ധു നദിയുടെ സംസ്കാരമെന്നും അറിയപ്പെട്ടു. മൂന്നാമത്തെ ഓപ്ഷനായ കാളിബംഗാൻ രാജസ്ഥാനിലാണ്. അവിടെ നിന്നും നിലം ഉഴുതുമറിച്ചിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ കൃഷി ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാലാമത്തെ ഓപ്ഷനായ ഷോർട്ടുഗായി അഫ്ഗാനിസ്ഥാനിലാണ്. അവിടെ നിന്നും ജലസേചനത്തിനായി നിർമ്മിച്ച കനാലുകളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്തിലെ ധോളവീരയിൽ നിന്നും ലഭിച്ച വലിയ ജലസേചന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നതിന്റെ തെളിവാണ്. ഈ ഓപ്ഷനുകളിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളും അവിടെ നിന്നും കണ്ടെത്തിയ പുരാവസ്തു അവശിഷ്ടങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് അതൊന്ന് വായിച്ചിട്ട് പോവുക. രണ്ടാമത്തെ ചോദ്യം, ധോളവീര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻസ്: രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത്, ഉത്തർപ്രദേശ്. ഇതിന്റെ ശരിയായ ഉത്തരം ഗുജറാത്ത് ആണ്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് വലിയ ജലസംഭരണി ലഭിച്ചത് ഗുജറാത്തിലാണ്. അപ്പൊ നേരത്തെ ഉത്തരത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. ധോളവീര എന്ന സ്ഥലത്ത് നിന്നാണ് ലഭിച്ചത്. ഗുജറാത്തിലെ ധോളവീര എന്ന സ്ഥലത്ത് നിന്നാണ് ജലസംഭരണി ലഭിച്ചത്. അത് അക്കാലത്ത് ജലസേചന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു പ്രധാന തെളിവാണ്. അതുപോലെ തന്നെ ഹരിയാന, ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും 1947 ശേഷം വിപുലമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായി ഹരപ്പൻ സംസ്കാരം സംബന്ധിച്ച നിരവധി പുതിയ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, നഗലപുരം എന്ന പട്ടണം സ്ഥാപിച്ചതാര്? ഓപ്ഷൻസ്: ഹരിഹരൻ, ബുക്കൻ, കൃഷ്ണദേവരായർ, രാമരായർ. ഇതിന്റെ ഉത്തരം കൃഷ്ണദേവരായരാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും മികച്ച പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. സാമ്രാജ്യത്തിന്റെ വ്യാപനവും ഏകീകരണവും നടന്നത് അദ്ദേഹത്തിന്റെ ഭരണകാലത്തായിരുന്നു. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൈനിക ശക്തിയായി വിജയനഗരം മാറിയതും അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. കൂടാതെ രാജകീയ പ്രൗഢിയുള്ള കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചു. വിജയനഗരത്തിലെ ഹസാരസ്വാമി ക്ഷേത്രവും വിത്തലസ്വാമി ക്ഷേത്രവും നിർമ്മിച്ചു. വിജയനഗരത്തിനടുത്ത് തന്റെ മാതാവായ നഗലദേവിയുടെ സ്മരണയ്ക്കായി നഗലപുരം എന്ന പട്ടണവും സ്ഥാപിച്ചു. കൃഷ്ണദേവരായർ പ്രതിഭാശാലിയായ ഒരു എഴുത്തുകാരനും കൂടിയായിരുന്നു. അദ്ദേഹം തെലുങ്കിൽ രചിച്ച അമുക്തമല്യാദ, സംസ്കൃതത്തിൽ രചിച്ച ഉഷാഭരണയം എന്നിവ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഹരിഹരൻ, ബുക്കൻ എന്നിവർ സഹോദരന്മാരാണ്. അവർ രണ്ടുപേരും ചേർന്നാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. തുംഗഭദ്ര നദിയുടെ തീരത്ത് വിജയനഗരം എന്ന നഗരവും
അവർ സ്ഥാപിച്ചു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് സംഗമ, തുളുവ, സാലുവ, അരവിഡു എന്നീ 4 രാജവംശങ്ങൾ വിജയനഗര സാമ്രാജ്യം മാറി മാറി ഭരിച്ചു. ഈ പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തായി ഓപ്ഷനിലുള്ളത് രാമരായരാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷ്ണദേവരായരുടെ മരുമകനായിരുന്നു രാമരായർ. കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് വിജയകരമായ നിരവധി പ്രചാരണങ്ങൾ നടത്തിയ ഒരു സൈനിക ജനറലും നയതന്ത്രജ്ഞനുമായിരുന്നു രാമരായർ. 1565 വിജയനഗരത്തിലെ മന്ത്രിയായ രാമരായരുടെ നേതൃത്വത്തിലുള്ള സൈന്യവും ഡക്കാൻ സുൽത്താൻമാരുടെ സൈന്യം തമ്മിൽ തളിക്കോട്ടയിൽ വെച്ച് ഏറ്റുമുട്ടുകയുണ്ടായി. ഇതിൽ വിജയനഗര സൈന്യം പരാജയപ്പെടുകയും അതോടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രതാപം അവസാനിക്കുകയും ചെയ്തു. ഈ യുദ്ധം രക്ഷസി തങ്കിടി യുദ്ധം എന്നറിയപ്പെട്ടു. അടുത്തത് 4ാമത്തെ ചോദ്യമാണ്. സഫാവിദുകൾ ഭരിച്ചിരുന്ന രാജ്യം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ചൈന, തുർക്കി, ഇന്ത്യ, ഇറാൻ എന്നിവയാണ്. ഇതിന്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഇറാനാണ്. 16-17 നൂറ്റാണ്ടുകളിൽ ഇറാനിൽ ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യമാണ് സഫാവിദ്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മുഗൾ സാമ്രാജ്യം ഏഷ്യയിലെ തന്നെ ഏറ്റവും വിശാലവും ശക്തവും വിഭവസമൃദ്ധവുമായ സാമ്രാജ്യമായിരുന്നു. അതുപോലെ തന്നെ ചൈനയിലെ മിങ് സാമ്രാജ്യം, തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യം എന്നിവയും പ്രധാന സാമ്രാജ്യങ്ങളായിരുന്നു. മിങ്, സഫാവിദ്, ഒട്ടോമൻ സാമ്രാജ്യങ്ങൾക്ക് മുഗൾ സാമ്രാജ്യവുമായി ശക്തമായ വ്യാപാര ബന്ധമുണ്ടായിരുന്നു. 5ാമത്തെ ചോദ്യം. കർണാടകത്തിലെ വീരശൈവ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകന്റെ പേരെഴുതുക. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ആണ്ടാൾ, ബാസവണ്ണ, കബീർ, മീരാബായി. ഇതിന്റെ ശരിയുത്തരം ബസവണ്ണയാണ്. 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപമെടുത്ത ഒരു ഭക്തി പ്രസ്ഥാനമാണ് വീരശൈവ പ്രസ്ഥാനം. ഈ ചോദ്യപേപ്പറിലെ തന്നെ 23ാമത്തെ ചോദ്യം വീരശൈവ പ്രസ്ഥാനത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ഇതേക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് ആ ചോദ്യം വിശദീകരിക്കുമ്പോൾ പറയാം. പിന്നെ ഈ ചോദ്യത്തിന്റെ മറ്റു ഓപ്ഷനുകൾ നമുക്ക് നോക്കാം. ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ആണ്ടാൾ ആരാണ് നമുക്ക് ആദ്യം നോക്കാം. സി 6ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ഭക്തി പ്രസ്ഥാനമാണ് ആഴ്വാന്മാരും നായനാർമാരും. ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലാണ് ഇത് ശക്തി പ്രാപിച്ചത്. ആഴ്വാന്മാരും നായനാർമാരുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. ആഴ്വാർമാർ വിഷ്ണുഭക്തരും നായനാർമാർ ശിവഭക്തരുമാണ്. ഈ ഭക്തി പാരമ്പര്യത്തിലെ സന്യാസിമാരായിരുന്നു ആണ്ടാൾ, കാരക്കൽ, അമ്മയാർ എന്നിവർ. സ്ത്രീ സാന്നിധ്യമായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന സവിശേഷത. അടുത്ത ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് കബീർ ആണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കവികളായ സന്യാസി വര്യന്മാരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു കബീർ. ഹിന്ദു ഇസ്ലാം മതങ്ങളുടെ യോജിപ്പിനായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ആ കാലഘട്ടത്തിലെ ഭക്തി പ്രസ്ഥാനവും സൂഫിസവും പുരോഗമന ആശയങ്ങളും കബീറിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം വിഗ്രഹ ആരാധനയെ എതിർത്തു, ഏകദൈവ ആരാധനയിൽ വിശ്വസിച്ചിരുന്നു. ജാതി വ്യവസ്ഥ, അയിത്തം എന്നിവയെ നിഷേധിക്കുകയും ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി നിലകൊള്ളുകയും ചെയ്തു. അടുത്തായി ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് മീരാബായി ആണ്. ഭക്തി പാരമ്പര്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കവയിത്രിയായിരുന്നു മീരാബായി. ധാരാളം ഭജനകൾ രചിച്ചിരുന്നു. അവയെല്ലാം കൃഷ്ണനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഭക്തിഗാനങ്ങളായിരുന്നു. അവരുടെ ഭജനകളിൽ നിന്നാണ് അവരുടെ ജീവചരിത്രം പുനർനിർമ്മിച്ചിട്ടുള്ളത്. അനുയായികളോ സംഘമോ ഒന്നുമില്ലാതിരുന്നിട്ടും പ്രചോദനത്തിന്റെ ഉറവിടമായി നൂറ്റാണ്ടുകളോളം അവർ അംഗീകരിക്കപ്പെട്ടു. 6ാമത്തെ ചോദ്യം. പത്മാവത് എഴുതിയതാര്? ഓപ്ഷൻസ് സംബന്ദാർ, അക്ബർ, മാലിക് മുഹമ്മദ് ജെയ്സി, കബീർ. ഉത്തരം മാലിക് മുഹമ്മദ് ജെയ്സി ആണ്. ചിഷ്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനായി മാനവ സ്നേഹത്തെ ഒരു പ്രതീകമായി ഉപയോഗിച്ചുകൊണ്ട് മാലിക് മുഹമ്മദ് ജെയ്സി രചിച്ച ഒരു പ്രേമ കാവ്യമാണ് പത്മാവത്. അടുത്തായി ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന സംബന്ദാർ ആരാണെന്ന് നോക്കാം. ആഴ്വാന്മാരും നായനാർമാരും എന്ന ഭക്തി പ്രസ്ഥാനത്തിലെ നായനാർ സന്യാസിയായിരുന്നു സംബന്ദാർ. അടുത്തായി അക്ബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഗൾ ചക്രവർത്തി ഹുമയൂണിന്റെ മകനായിരുന്നു അക്ബർ. മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും മഹാനായിരുന്നു അക്ബർ. അതിനാൽ മഹാനായ അക്ബർ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. 7ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. 4 മാർക്കാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവരെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പട്ടിക നോക്കാം. കൻവർ സിംഗ്, റാണി ലക്ഷ്മിബായി, നാനാ സാഹിബ്, ബഹദൂർ ഷാ സഫർ എന്നിവരാണ് പട്ടികയിലുള്ളത്. സ്ഥലങ്ങൾ കൊടുത്തിരിക്കുന്നത് ഡൽഹി, ആറ, ഝാൻസി, കാൺപൂർ എന്നിവയാണ്.
ഇവയെ കൃത്യമായ ഓർഡറിലാക്കാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കൻവർ സിംഗ് നോക്കാം. പിതാവിന്റെ മരണശേഷം 1826 ബീഹാറിലെ ജഗദീഷ്പൂരിന്റെ ഭരണാധികാരിയായി കൻവർ സിംഗ് അധികാരമേറ്റു. ബ്രിട്ടീഷ് ഭരണത്തോട് കടുത്ത അമർഷമുണ്ടായിരുന്ന അദ്ദേഹം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ബീഹാറിലെ ആര എന്ന പ്രദേശത്ത് പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. പട്ടികയിൽ ഒന്നാമന്റെ നേരെ ആര എന്ന് എഴുതുക. അപ്പൊ കൻവർ സിംഗിന്റെ നേരെ ആര എന്ന് എഴുതുക. അടുത്തത് റാണി ലക്ഷ്മിബായി ആണ്. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ഭരണാധികാരിയായിരുന്ന ഗംഗാധര റാവുവിന്റെ പത്നിയാണ് റാണി ലക്ഷ്മിബായി. യഥാർത്ഥ പേര് മണികർണിക എന്നാണ്. ഗംഗാധര റാവുവിന്റെ മരണത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്തത് റാണി ലക്ഷ്മിബായിയെ കലാപത്തിന് പ്രേരിപ്പിച്ചു. അപ്പോൾ രണ്ടാമത്തെ ഉത്തരത്തിന്റെ നേരെ ഝാൻസി എന്ന് എഴുതുക. അടുത്തത് നാനാ സാഹിബാണ്. കാൻപൂരിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ് ആയിരുന്നു. മറാത്തയിലെ അവസാനത്തെ പേഷ്വയായിരുന്ന ബാജി റാവു രണ്ടാമന്റെ ദത്തുപുത്രനായിരുന്നു നാനാ സാഹിബ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം അവകാശങ്ങളും സ്വത്തുക്കളും നഷ്ടമായത് അദ്ദേഹത്തെ കലാപത്തിന് പ്രേരിപ്പിച്ചു. അപ്പോൾ നാനാ സാഹിബിന്റെ നേരെ കാൻപൂർ എന്ന് എഴുതുക. അടുത്തത് ബഹദൂർ ഷാ സഫർ ആണ്. അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫർ കലാപകാലത്ത് ഇന്ത്യയുടെ ചക്രവർത്തിയായി ഉയർത്തപ്പെട്ടു. സഫർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടു. 82 വയസ്സുള്ള വയോധികനായിരുന്നു. ചെങ്കോട്ടയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൽകിയ വാർഷിക പെൻഷൻ പറ്റി ജീവിച്ചു. അപ്പോൾ നാലാമത്തെ ഉത്തരം ഡൽഹി എന്ന് എഴുതുക. അപ്പം കൻവർ സിംഗ്, ആര, റാണി ലക്ഷ്മിബായി, ഝാൻസി, നാനാ സാഹിബ്, കാൺപൂർ, ബഹദൂർ ഷാ സഫർ, ഡൽഹി. ഈ ഓർഡറിൽ എഴുതുക. എട്ടാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയെ കാലഗണനാ ക്രമത്തിൽ എഴുതുക. താഴെ തന്നിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ചമ്പാരൻ സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം. ഇവയൊക്കെ നടന്ന വർഷങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെയാകുമ്പോൾ എളുപ്പത്തിൽ കാലഗണനാ ക്രമത്തിൽ ആക്കുവാൻ സാധിക്കും. ഇത് മാത്രമല്ല, ടെക്സ്റ്റ് ബുക്കിൽ വേറെ കുറച്ച് സംഭവങ്ങളുടെ വർഷങ്ങളുമുണ്ട്. അതും കൂടെ പഠിക്കാൻ ശ്രമിക്കുക. അതിലേതെങ്കിലും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവയെക്കുറിച്ച് കാലഗണനാ ക്രമത്തിൽ തന്നെ വിശദീകരിക്കാം. തന്നിരിക്കുന്നതിൽ ഒന്നാമതായി വരുന്നത് 1917 നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ഇത് ചമ്പാരനിലെ നീലം കർഷകരെ യൂറോപ്യൻ തോട്ടമുടമകൾ ചൂഷണം ചെയ്യുന്നതിന് എതിരെയായിരുന്നു. രണ്ടാമതായി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്താണെന്നും അത് നടന്ന വർഷവും നോക്കാം. റൗലറ്റ് നിയമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ ഏറ്റവും ശക്തമായതായിരുന്നു ജാലിയൻ വാലാബാഗ് ദുരന്തം. കോൺഗ്രസ് നേതാക്കന്മാരായ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ 13 വലിയൊരു ജനക്കൂട്ടം പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ തടിച്ചുകൂടി. എന്നാൽ ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്ന ജനറൽ ഡയർ സൈന്യവുമായി വന്ന് നിരായുധരായി ജനക്കൂട്ടത്തിന് നേരെ നിറയൊഴിച്ചു. 400-ലേറെ പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. ഇത് നടന്ന വർഷം 1919. മൂന്നാമത്തേത് ഉപ്പ് സത്യാഗ്രഹമാണ്. ഉപ്പ് നിയമപ്രകാരം ഉപ്പ് നിർമ്മിക്കുവാനും വിൽക്കുവാനുമുള്ള അധികാരം ഗവൺമെന്റിന് മാത്രമായിരുന്നു. ഈ നിയമം ലംഘിക്കുന്നതിനായി 1930 മാർച്ച് 12 സബർമതിയിൽ നിന്ന് ആരംഭിച്ച ദണ്ഡി യാത്ര 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. ഗാന്ധിജിയും അനുയായികളും അവിടെ വെച്ച് ഉപ്പ് നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. ഇതാണ് ഉപ്പ് സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ പലയിടങ്ങളിലും ഉപ്പ് നിയമം ലംഘിച്ചു. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം കണ്ണൂരിലെ പയ്യന്നൂർ കടപ്പുറത്തായിരുന്നു. കെ കേളപ്പനാണ് ഇതിന് നേതൃത്വം നൽകിയത്. നാലാമതായി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. അതെന്താണെന്ന് നോക്കാം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ വെച്ച് കൂടിയ കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടുപോകുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രമേയം പാസാക്കുകയുണ്ടായി. അതിന് പ്രകാരം 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായൊരു ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന സന്ദേശം ഗാന്ധിജി നൽകിയത് ഈ സമരത്തോട് അനുബന്ധിച്ചാണ്. ഇത് കാലഗണനാ ക്രമത്തിൽ തന്നെയാണ് വിവരിച്ചിരിക്കുന്നത്. ഒന്നാമത് വരുന്നത് ചമ്പാരൻ സത്യാഗ്രഹം 1917,
രണ്ടാമത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. മൂന്നാമത് വരുന്നത് ഉപ്പു സത്യാഗ്രഹം 1930. നാലാമത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942. ഇതിൻ്റെ മറ്റു വർഷങ്ങളെല്ലാം പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ടെക്സ്റ്റ് നോക്കുക. 9ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രാചീന ഇന്ത്യയുടെ രൂപരേഖയിൽ ചുവടെ പറയുന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്തുക. ഹരപ്പ, മോഹൻജദാരോ, കാളിബംഗാൻ, ധോളവീര. പരീക്ഷയ്ക്ക് ചോദ്യപേപ്പറിൻ്റെ കൂടെ ഒരു മാപ്പ് ഉണ്ടാവും. ആ മാപ്പിൽ ഇതുപോലെ ഒരു ചോദ്യവും ഉണ്ടാകും. അതുകൊണ്ട് മാപ്പുകൾ നോക്കി സ്ഥലങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് സിന്ധു നദിയുടെ സംസ്കാര കാലഘട്ടത്തിലെ ഒരു മാപ്പാണ്. അപ്പോൾ അതിൽ മോഹൻജദാരോ, ഹരപ്പ, കാളിബംഗൻ, ധോളവീര എല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി എല്ലാ സ്ഥലങ്ങളും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുക. തുടർന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. വീഡിയോ പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.